PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ SCERT പാഠപുസ്തകത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. വേറെ ഒന്നുമല്ല. നമ്മുടെ PSC പരീക്ഷയിൽ എപ്പോഴും PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ വർഷങ്ങൾ ചോദിക്കാറുണ്ടല്ലേ. അപ്പോൾ ഈ വർഷങ്ങളൊക്കെ എവിടെ നിന്നാണ് PSC ചോദിക്കുന്നത്? ഇതിൽ മെജോറിറ്റി വർഷങ്ങളും ചോദിക്കുന്നത് SCERT പാഠപുസ്തകത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. നമുക്കറിയാം നമ്മുടെ SCERT പാഠപുസ്തകം മാറിയിട്ടുണ്ട്. ഈ മാറിയ പാഠപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ എന്താണ് SCERTയിലെ മുഴുവൻ വർഷങ്ങളും ഒരൊറ്റ വീഡിയോ ആക്കി ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ SCERT ചോദിച്ചിട്ടുള്ള മുഴുവൻ വർഷങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ചെയ്യാനായിട്ട് കുറേ മണിക്കൂറുകളുടെ എഫേർട്ട് ഉണ്ട്. കാരണം SCERT മൊത്തം വായിച്ച് അതിനകത്ത് വർഷങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ നിസ്സാര പണിയല്ല. ഒത്തിരി സമയം എടുത്തിട്ടാണ് ആ വർഷങ്ങൾ കണ്ടുപിടിച്ചെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തും ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിക്കാനും ഒന്ന് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മൾ പുതിയൊരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ നോട്ട്, ഈ വീഡിയോയുടെ നോട്ട് വേണ്ടവർ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക. കൂടാതെ SCERT പാഠപുസ്തകത്തിന് അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചോദ്യം ഉത്തരമായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് SCERT പഠിച്ചെടുക്കാനായിട്ട് ഹെൽപ്പ് ആവുന്നതായിരിക്കും. അപ്പോൾ ആർക്കും വേണമെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. കൂടാതെ ഇതിന്റെ PDF വേണമെങ്കിലും വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു SCERT പാഠപുസ്തകത്തിന് അടിസ്ഥാനപ്പെടുത്തിയുള്ള കോട്ടുകൾ, ഓരോരോ കോട്ടുകൾ SCERT പാഠപുസ്തകത്തിൽ നിന്ന് ചോദിച്ചുള്ള കോട്ടുകളെ അടിസ്ഥാനപ്പെടുത്തി മുഴുവൻ കോട്ടുകളും ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കൂടി കണ്ടു നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുടെ ലിങ്ക് കൂടി കൊടുത്തേക്കാം കേട്ടോ. മറക്കണ്ട. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ SCERTയുടെ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. 2017 കേരള ഗവൺമെന്റ് 100ാം വാർഷികം ആഘോഷിച്ച സാമൂഹിക മുന്നേറ്റമാണ് മിശ്രഭോജനം. 2017 കേരള ഗവൺമെന്റ് 100ാം വാർഷികം ആഘോഷിച്ച സാമൂഹിക മുന്നേറ്റം മിശ്രഭോജനം. കുടുംബശ്രീ ആരംഭിച്ച വർഷം 1998 മെയ് 17-നാണ് കുടുംബശ്രീ ആരംഭിക്കുന്നത്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 സെപ്റ്റംബർ 12 നിലവിൽ വന്നു. എന്നാണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം വന്നത്? 2013 സെപ്റ്റംബർ 12. ഇന്ത്യയിൽ ആദ്യമായി തൊഴിലാളി ദിനം ആചരിച്ചത് 1923 മെയ് 1-നാണ് ഇന്ത്യയിൽ ആദ്യമായി തൊഴിലാളി ദിനം ആചരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് 1905 ഓഗസ്റ്റ് 7-ാം തീയതിയാണ്. 2017 കേരള ഗവൺമെന്റ് 100ാം വാർഷികം ആഘോഷിച്ച സാമൂഹിക മുന്നേറ്റമാണ് ഏത്? മിശ്രഭോജനം. കുടുംബശ്രീ ആരംഭിച്ചത് 1998 മെയ് 17-ന്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം 2023. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 സെപ്റ്റംബർ 12. ഇന്ത്യയിൽ ആദ്യമായി തൊഴിലാളി ദിനം ആചരിച്ചത് 1923 മെയ് 1. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് 1905 ഓഗസ്റ്റ് 7-ന്. തിരുവിതാംകൂർ നാട്ടുരാജ്യം കേരള സംസ്ഥാനത്തിന്റെ ഭാഗമായി 1956 രൂപീകരിച്ചു. അപ്പൊ തിരുവിതാംകൂർ നാട്ടുരാജ്യം കേരള സംസ്ഥാനത്തിന്റെ ഭാഗമായത് എന്നാണ്? 1956-ലാണ്. 1859 സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിക്കുന്നു. അപ്പൊ 1859 സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഗാന്ധി പ്രസ്ഥാനം ആരംഭിച്ചത് 1918. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഗാന്ധി പ്രസ്ഥാനം ആരംഭിച്ചത് എന്നാ? 1918. 1905 വിഭജനം തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനം വന്നെന്നാ? 1905. വാസ്കോഡ് ഗാമ കോഴിക്കോട് എത്തിയത് 1498 മെയ് 20. വാസ്കോഡ് ഗാമ കോഴിക്കോട് എത്തിയത് എന്നാ? 1498 മെയ് 20. അപ്പൊ തിരുവിതാംകൂർ നാട്ടുരാജ്യം കേരള സംസ്ഥാനത്തിന്റെ ഭാഗമായി 1956 രൂപീകരിക്കപ്പെട്ടു. 1859 സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിക്കുന്നു. ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഗാന്ധി പ്രസ്ഥാനം ആരംഭിച്ചത് 1918-ലാണ്. 1905 വിഭജനം തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം. വാസ്കോഡ് ഗാമ കോഴിക്കോട് എത്തിയത് 1498 മെയ് 20. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3. ശ്രീമൂലം പ്രജാസഭ രൂപീകരിക്കപ്പെട്ടത് 1904. കേരള നിയമനിർമ്മാണ സഭ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27. തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് 1949. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ച വർഷം 1989. അപ്പൊ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950.
ജനുവരി 25. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3. ശ്രീമൂലം പ്രജാസഭ സ്ഥാപിക്കപ്പെട്ടത് 1904. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27. തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് 1949. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ച വർഷം 1989. ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽപാത നിലവിൽ വന്നത് 1853 ഏപ്രിൽ 16. ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽപാത നിലവിൽ വന്നത് 1853 ഏപ്രിൽ 16. കേരളത്തിൽ ആദ്യത്തെ റെയിൽപാത നിലവിൽ വന്നത് 1861. കേരളത്തിൽ ആദ്യത്തെ റെയിൽപാത നിലവിൽ വന്നത് 1861. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ റെയിൽ ആരംഭിച്ചത് 1984. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ റെയിൽ ആരംഭിച്ചത് 1984. കൊച്ചി മെട്രോ പ്രവർത്തനം ആരംഭിച്ചത് 2017. കൊച്ചി മെട്രോ പ്രവർത്തനം ആരംഭിച്ചത് 2017. കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് 2023 ഏപ്രിൽ 25. കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് 2023 ഏപ്രിൽ 25. അന്താരാഷ്ട്ര മണ്ണ് വർഷം 2015. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽപാത നിലവിൽ വന്നത് 1853 ഏപ്രിൽ 16. കേരളത്തിൽ ആദ്യത്തെ റെയിൽവേ പാത നിലവിൽ വന്നത് 1861. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ റെയിൽ ആരംഭിച്ചത് 1984. അതുപോലെ തന്നെ കൊച്ചി മെട്രോ പ്രവർത്തനം ആരംഭിച്ചത് 2017. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2023 ഏപ്രിൽ 25. അന്താരാഷ്ട്ര മണ്ണ് വർഷം 2015. കേരളത്തിൽ സുനാമി ഉണ്ടായ വർഷം 2004 ഡിസംബർ 26. കേരളത്തിൽ പ്രളയമുണ്ടായ വർഷങ്ങൾ 2018, 2019. കേരളത്തിൽ പുത്തുമല ദുരന്തമുണ്ടായത് വയനാട് ജില്ലയില് 2019. കവളപ്പാറ ദുരന്തം മലപ്പുറം ജില്ലയില് 2019. പെട്ടിമുടി ദുരന്തം ഇടുക്കി ജില്ലയിൽ 2020. കുട്ടിക്കൽ ദുരന്തം കോട്ടയം 2021. മുണ്ടക്കൈ ചൂരമല വയനാട് 2024. അപ്പൊ കേരളത്തിൽ സുനാമി ഉണ്ടായ 2004 ഡിസംബർ 26. കേരളത്തിൽ പ്രളയം ഉണ്ടായത് 2018, 19 വർഷങ്ങളില്. കേരളത്തിൽ പുത്തുമല ദുരന്തം ഉണ്ടായത് വയനാട് 2019. കവളപ്പാറ ദുരന്തം മലപ്പുറം 2019. പെട്ടിമുടി ദുരന്തം ഇടുക്കി 2020. കുട്ടിക്കൽ ദുരന്തം കോട്ടയം 2021. മുണ്ടക്കൈ ചൂരമല വയനാട് ജില്ലയിൽ 2024. ചാനാർ ലഹള നടന്ന വർഷം 1859. ചാനാർ ലഹള 1859. എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാൻ അനുവാദം നൽകിയത് ആരാ? 1859 ജൂലൈ 26 എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽവസ്ത്രം അനുവാദം നൽകപ്പെട്ടത്. മിശ്രഭോജനം നടത്തിയത് 1917 മെയ് 29. വേലൂർ മാറുമറയ്ക്കൽ സമരം നടന്നത് 1952. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം ആരംഭിച്ചത് 1907. ഗ്രഹപദവിയിൽ നിന്നും പ്ലൂട്ടോയെ പുറത്താക്കിയത് 2006. അപ്പൊ ചാനാർ ലഹള നടന്നത് 1859. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും മേൽവസ്ത്രം ധരിക്കാനുള്ള അനുവാദം നൽകപ്പെട്ടത് 1859 ജൂലൈ 26. മിശ്രഭോജനം നടത്തിയത് 1917 മെയ് 29. വേലൂർ മാറുമറയ്ക്കൽ സമരം നടന്നത് 1952. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം ആരംഭിച്ചത് 1907. ഗ്രഹപദവിയിൽ നിന്നും പ്ലൂട്ടോയെ പുറത്താക്കിയത് 2006. വിവര സാങ്കേതിക വിദ്യാ നിയമം നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17. വിവര സാങ്കേതിക വിദ്യാ നിയമം നിലവിൽ വന്നത് എന്നാ? 2000 ഒക്ടോബർ 17. വിവര സാങ്കേതിക നിയമം ഭേദഗതി ചെയ്യപ്പെട്ടത് 2009 ഒക്ടോബർ 27. അപ്പോ വിവര സാങ്കേതിക വിദ്യാ നിയമം ഭേദഗതി ചെയ്യപ്പെട്ടത് 2009 ഒക്ടോബർ 27. വനസംരക്ഷണ നിയമം നിലവിൽ വന്നത് 1980. വനസംരക്ഷണ നിയമം 1980. സേവനാവകാശ നിയമം 2012. സേവനാവകാശ നിയമം 2012. ഭക്ഷ്യ സുരക്ഷാ നിയമം 2013. ഭക്ഷ്യ സുരക്ഷാ നിയമം 2013. ബാലവേല നിരോധന നിയമം 1986. ബാലവേല നിരോധന നിയമം 1986. വിവര സാങ്കേതിക വിദ്യാ നിയമം 2000 ഒക്ടോബർ 17. വിവര സാങ്കേതിക ഭേദഗതി ചെയ്യപ്പെട്ടത് 2009 ഒക്ടോബർ 27. വനസംരക്ഷണ നിയമം 1980. സേവന അവകാശ നിയമം വന്നത് 2012. ഭക്ഷ്യസുരക്ഷാ നിയമം 2013. ബാലവേല നിരോധന നിയമം 1986. വിദ്യാഭ്യാസ അവകാശ നിയമം 2009. ബാലനീതി നിയമം 2015. പോക്സോ ആക്ട് 2012 നവംബർ 14. സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28. മുഗൾ ഭരണം സ്ഥാപിതമായത് 1526. ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1526. അക്ബർ ജസിയ വന്ന മതനികുതി നിർത്തലാക്കിയത് എന്താ? 1564. വിദ്യാഭ്യാസ അവകാശ നിയമം 2019. ബാലനീതി നിയമ
നിലവിൽ വന്നത് എന്നാ 2015. പോക്സോ ആക്ട് നിലവിൽ വന്നത് 2012 നവംബർ 14. സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28. മുഗൾ ഭരണം സ്ഥാപിതമായത് 1526. ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1526. അക്ബർ ജസി എന്ന മതനികുതി നിർത്തലാക്കിയത് 1564. ഇനി വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടത് സി 1336. വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചതെന്ന സി 1336. ഗുരുനാനാക്ക് ജനിച്ചത് 1469. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന 1857. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1885 ഡിസംബർ 28. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ 1852. പൂനെ സാർവജനിക് സഭ 1870. ഇന്ത്യൻ അസോസിയേഷൻ 1876. വിജയനഗര സാമ്രാജ്യം സ്ഥാപിതമായത് സി 1336. ഗുരുനാനാക്ക് ജനിച്ചത് 1469. ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1885 ഡിസംബർ 28. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ 1852. പൂനെ സാർവജനിക് സഭ 1870. ഇന്ത്യൻ അസോസിയേഷൻ 1876. നെക്സ്റ്റ് വൺ, റിപ്പബ്ലിക്കായി മാറുന്നതിന് ഇന്ത്യ പിന്തുടർന്ന നിയമസംഹിത 1835 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. റിപ്പബ്ലിക്കായി മാറുന്നവരെ ഇന്ത്യ പിന്തുടർന്ന നിയമസംഹിത ഏതാണ്? 1835 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ക്യാബിനറ്റ് മിഷൻ രൂപീകൃതമായത് 1946. ക്യാബിനറ്റ് മിഷൻ 1946. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ച ദിവസം. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26. റിപ്പബ്ലിക്കായി മാറുന്നവരെ ഇന്ത്യ പിന്തുടർന്ന നിയമസംഹിത 1835 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ക്യാബിനറ്റ് മിഷൻ രൂപീകൃതമായത് 1946. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. പോക്സോ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 14. പോക്സോ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 14. രാഷ്ട്രപതി അംഗീകാരം ലഭിച്ചത് പോക്സോ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2012 ജൂൺ 19. ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്യപ്പെട്ടത് 1951. ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന സുപ്രീം കോടതി വിധിച്ച കേസ്. ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് ബറുബാറി യൂണിയൻ കേസ്. ഏതാണ്? ബറുബാറി യൂണിയൻ കേസ് 1960. വിദ്യാഭ്യാസ അവകാശ നിയമം വന്നത് 2009. അപ്പൊ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. പോക്സോ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 14. രാഷ്ട്രപതി അംഗീകാരം ലഭിച്ചത് 2012 ജൂൺ 19. ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്യപ്പെട്ടത് 1950. ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ചത് ബറുബാറി യൂണിയൻ കേസിൽ 1960. വിദ്യാഭ്യാസ അവകാശ നിയമം വന്നത് 2009. ഡോക്ടർ മേരി പുന്നു ലൂക്കോസ് ജനിച്ചത് 1886 ജനനം, 1976 മരണം. ഇ കെ ജാനകി അമ്മ ജനിക്കുന്നത് 1897 ജനനം, 1984 മരണം. നിലമ്പൂർ ഐഷയുടെ ജനനം 1935 ജനിക്കുന്നു. ജ്യോതിറാവ് ഫുലെ ജനിച്ചത് 1827 ജനിക്കുന്നു, 1890 മരിക്കുന്നു. സാവിത്രിബായി ഫുലെ 1831 ജനിക്കുന്നു, 1897 മരിക്കുന്നു. പണ്ഡിത രമാബായി 1858 ജനനം, 1922 മരണം. ഇ വി രാമസ്വാമി നായ്ക്കർ 1875 ജനനം, 1973 മരണം. അപ്പൊ ഡോക്ടർ മേരി പുന്നു ലൂക്കോസ് ജനനം 1886, 1976 മരണം. ഇ കെ ജാനകി അമ്മ 1897 ജനനം, 1984 മരണം. നിലമ്പൂർ ഐഷയുടെ ജനനം 1935. ജ്യോതിറാവ് ഫുലെ ജനിക്കുന്നത് 1827, 1890 മരണം. സാവിത്രിബായി ഫുലെ 1831 ജനനം, 1897 മരണം. പണ്ഡിത രമാബായി 1858 ജനനം, 1922 മരണം.
EV രാമസ്വാമി നായ്ക്കർ 1875 ജനനം, 1973 മരണം. അപ്പൊ ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതൊക്കെ എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ നോട്ട്സ് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ SCRT എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ SCRTയുടെ മുഴുവൻ നോട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ SCRT എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ. ഡോക്ടർ A അയ്യപ്പൻ 1905 മുതൽ 1988 വരെ കാലഘട്ടം. ഡോക്ടർ A അയ്യപ്പൻ 1905 മുതൽ 1988 വരെ. ഡോക്ടർ A അയ്യപ്പന്റെ പ്രത്യേകത എന്താ? 1905 ജനിക്കുന്നു, 1988 മരിക്കുന്നു. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നഞ്ചിയമ്മയ്ക്ക് ലഭിച്ചത് 2020. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നഞ്ചിയമ്മയ്ക്ക് ലഭിച്ചത് എന്നാ? 2020. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016. പാരാലിമ്പിക്സ് ആരംഭിച്ച വർഷം 1948. പാരാലിമ്പിക്സ് ആരംഭിച്ചത് 1948. അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചത് 1956. ഡോക്ടർ BR അംബേദ്കർ 1891 മുതൽ 1956 വരെ. ഡോക്ടർ BR അംബേദ്കറിന്റെ മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ചത് 1990. ഡോക്ടർ BR അംബേദ്കറിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ചത് 1990. അപ്പൊ ഡോക്ടർ A അയ്യപ്പൻ 1905 മുതൽ 1988 വരെ. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നഞ്ചിയമ്മയ്ക്ക് ലഭിച്ചത് 2020. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016. പാരാലിമ്പിക്സ് ആരംഭിച്ച വർഷം 1948. അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചത് 1956. ഡോക്ടർ BR അംബേദ്കറിന്റെ കാലഘട്ടം 1891 ജനിക്കുന്നു, 1956 മരിക്കുന്നു. ഡോക്ടർ BR അംബേദ്കറിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ചത് 1990 ആണ്. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി യോഗത്തിൽ ഓസോൺ പാളി സംരക്ഷണ ദിനം പ്രഖ്യാപിക്കപ്പെട്ടത് 1988. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി യോഗത്തിൽ ഓസോൺ പാളി സംരക്ഷണ ദിനം പ്രഖ്യാപിച്ചത് 1988. 1994 മുതലാണ് ഓസോൺ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. 1994 മുതലാണ് എന്ത് തുടങ്ങിയത്? ഓസോൺ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. മോൺട്രിയൽ പ്രോട്ടോകോൾ അംഗീകരിക്കപ്പെട്ടത് 1987. മോൺട്രിയൽ പ്രോട്ടോകോൾ അംഗീകരിക്കപ്പെട്ടത് 1987. ഡോക്ടർ MS സ്വാമിനാഥൻ ജനിച്ചത് 1925 ഓഗസ്റ്റ് 7. ഡോക്ടർ MS സ്വാമിനാഥൻ ജനിച്ചത് 1925 ഓഗസ്റ്റ് 7. അദ്ദേഹം അന്തരിച്ചത് 2023 സെപ്റ്റംബർ 28. അദ്ദേഹം അന്തരിച്ചത് 2023 സെപ്റ്റംബർ 28. ഡോക്ടർ MS സ്വാമിനാഥന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ചത് 2024. എന്താ? ഡോക്ടർ MS സ്വാമിനാഥന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ചത് 2024. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി യോഗത്തിൽ ഓസോൺ പാളി സംരക്ഷണ ദിനം പ്രഖ്യാപിക്കപ്പെട്ടത് 1988. 1990 മുതലാണ് ഓസോൺ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. മോൺട്രിയൽ പ്രോട്ടോകോൾ അംഗീകരിക്കപ്പെട്ടത് 1985. ഡോക്ടർ MS സ്വാമിനാഥൻ ജനിച്ചത് 1925 ഓഗസ്റ്റ് 7. അന്തരിച്ചത് 2023 സെപ്റ്റംബർ 28. മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിക്കപ്പെട്ടത് 2024. ആഗോളതലത്തിൽ ബഹുമുഖ ദാരിദ്ര്യ സൂചിക വികസിപ്പിച്ചെടുത്തത് 2010. ആഗോളതലത്തിൽ ബഹുമുഖ ദാരിദ്ര്യ സൂചിക വികസിപ്പിച്ചെടുത്തത് 2010. പരീക്ഷണാടിസ്ഥാനത്തിൽ കുടുംബശ്രീ ആദ്യമായി നടപ്പിലാക്കിയത് 1994. പരീക്ഷണാടിസ്ഥാനത്തിൽ കുടുംബശ്രീ ആദ്യമായി നടപ്പിലാക്കിയത് 1994. 1998 മെയ് 27 മലപ്പുറം ജില്ലയിൽ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. 1998 മെയ് 27 മലപ്പുറം ജില്ലയിൽ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. കേരള സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നിലവിൽ വന്നത് 1974. കേരള സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നിലവിൽ വന്നത് 1974. ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് 2008 ഏപ്രിൽ 1. ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് 2008 ഏപ്രിൽ 1. ആഗോളതലത്തിൽ ബഹുമുഖ ദാരിദ്ര്യ സൂചിക വികസിപ്പിച്ചെടുത്ത് 2010. പരീക്ഷണാടിസ്ഥാനത്തിൽ കുടുംബശ്രീ നടപ്പിലാക്കിയത് 1994. 98 മെയ് 27 മലപ്പുറം ജില്ലയിൽ കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. കേരള സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നിലവിൽ വന്നത് 1974. ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് 2008 ഏപ്രിൽ 1. ദേശീയ ഗ്രാമീണ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പുനഃനാമകരണം ചെയ്യപ്പെട്ടത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പുനഃനാമകരണം ചെയ്യപ്പെട്ടത് 2009 ഒക്ടോബർ 2. 73-74 ഭരണഘടനാ ഭേദഗതി പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം ലഭിച്ചത്. 73-74 ഭരണഘടനാ ഭേദഗതി പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം ലഭിച്ചത് 1992 മുതൽ. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത്.
ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് 1959. ISRO 1969 ഓഗസ്റ്റ് 15 രൂപീകൃതമായി. ISRO രൂപീകൃതമായത് എന്നാണ് 1969 ഓഗസ്റ്റ് 15. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. 2017 ജൂലൈ 1. അപ്പൊ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃനാമകരണം ചെയ്യപ്പെട്ടത് 2009 ഒക്ടോബർ 2. 73-74 ഭരണഘടനാ ഭേദഗതി പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടുതൽ അധികാരം ലഭിച്ചത് 92 മുതൽ. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പശ്ചിമ ബംഗാളിന്റെ സംസ്ഥാനങ്ങളിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് 1959. ISRO നിലവിൽ വന്നത് 1969 ഓഗസ്റ്റ് 15. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. ലോകബാങ്ക് നിലവിൽ വന്നത് 1945 ഡിസംബർ 27. ലോകബാങ്ക് നിലവിൽ വന്നത് എന്നാ 1945 ഡിസംബർ 27. രണ്ടാം ബൂവർ യുദ്ധം ആരംഭിച്ചത് 1899 മുതൽ 1902 വരെയാണ് രണ്ടാം ബൂവർ യുദ്ധം ആരംഭിക്കുന്നത്. ഒന്നാം ബൂവർ യുദ്ധം ആരംഭിച്ചത് 1880 മുതൽ 81 കാലഘട്ടങ്ങളിൽ. ഇനി മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയ വർഷം 1893. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് 1893. ഗാന്ധിജി ആദ്യ ജയിൽ വാസം 1908 മഹാത്മാഗാന്ധിയുടെ ആദ്യ ജയിൽ വാസം. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്ക രൂപം നൽകിയ നേറ്റൻ ഇന്ത്യൻ കോൺഗ്രസ് 1894. മഹാത്മാഗാന്ധി ആഫ്രിക്കയെ രൂപം നൽകിയ നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് എന്ന 1894. ലോകബാങ്ക് നിലവിൽ വന്നത് 1945 ഡിസംബർ 27. രണ്ടാം ബൂവർ യുദ്ധം ആരംഭിച്ചത് 1899 മുതൽ 92 വരെയായിരുന്നു കാലഘട്ടം. ഒന്നാം ബൂവർ യുദ്ധത്തിന്റെ കാലഘട്ടം 80 മുതൽ 81 കാലഘട്ടങ്ങളിലാണ്. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് 1893. ഗാന്ധിജിയുടെ ആദ്യ ജയിൽ വാസം 1908. മഹാത്മാഗാന്ധി ആഫ്രിക്ക രൂപം നൽകിയ നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് 1894. ബൂവർ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം മഹാത്മാഗാന്ധി സംഘടിപ്പിച്ചത് 1899. ബൂവർ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം മഹാത്മാഗാന്ധി സംഘടിപ്പിക്കപ്പെട്ടത് എന്ന 1899. നെൽസൺ മണ്ടേല ജനിച്ചത് 1918 ജൂലൈ 18. 1918 ജൂലൈ 18 നെൽസൺ മണ്ടേല ജനിക്കുന്നത്. നെൽസൺ മണ്ടേലയ്ക്ക് സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത് 1993. നെൽസൺ മണ്ടേലയ്ക്ക് സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത് 1993. നെൽസൺ മണ്ടേല അന്തരിച്ചത് 2013 ഡിസംബർ 5. നെൽസൺ മണ്ടേല അന്തരിച്ചത് 2013 ഡിസംബർ 5. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം നൽകിയ വർഷം 1960. അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം നൽകിയത് 1960. നെൽസൺ മണ്ടേല ജയിൽ മോചിതനായത് 1990 ഫെബ്രുവരി 11. നെൽസൺ മണ്ടേല ജയിൽ മോചിതനായത് 1990 ഫെബ്രുവരി 11. ബൂവർ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം മഹാത്മാഗാന്ധി സംഘടിപ്പിക്കപ്പെട്ടത് 1899. നെൽസൺ മണ്ടേല ജനിച്ചത് 1918 ജൂലൈ 18. നെൽസൺ മണ്ടേലയ്ക്ക് സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത് 1993. നെൽസൺ മണ്ടേല അന്തരിച്ചത് 2013 ഡിസംബർ 5. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം നൽകിയ വർഷം 1960. നെൽസൺ മണ്ടേല ജയിൽ മോചിതനായത് 1990 ഫെബ്രുവരി 11. വർണ്ണവിവേചനം പിൻവലിക്കപ്പെട്ടത് ദക്ഷിണാഫ്രിക്കയില് വർണ്ണവിവേചനം പിൻവലിക്കപ്പെട്ടത് 1991. കേരളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പത്രം രാജസമാചാരം എന്ന പ്രസിദ്ധീകരിക്കപ്പെട്ടു. കേരളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പത്രമായിട്ടുള്ള രാജസമാചാരം പ്രസിദ്ധീകരിക്കപ്പെട്ടത് 1847 ജൂൺ. മലയാളത്തിൽ രണ്ടാമത്തെ വർത്തമാന പത്രം പശ്ചിമോദയം പ്രസിദ്ധീകരിക്കപ്പെട്ടത് 1847. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് 1930 ഏപ്രിൽ 13. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് 1930 ഏപ്രിൽ 13. അർത്ഥശാസ്ത്രത്തിന്റെ കയ്യെഴുത്ത് പുസ്തകം പ്രസിദ്ധീകരിച്ച വർഷം 1907. അർത്ഥശാസ്ത്രത്തിന്റെ കയ്യെഴുത്ത് പ്രതി പുസ്തകം പ്രസിദ്ധീകരിച്ചത് 1907. അശോകൻ ശിലാലിഖിതങ്ങൾ ആദ്യമായി വായിച്ച വ്യക്തി ജെയിംസ് പ്രിൻസപ്പ. അശോകന്റെ ശിലാലിഖിതങ്ങൾ ആദ്യമായി വായിച്ച ജെയിംസ് പ്രിൻസപ്പ എന്നാ വായിച്ചത് 1838. വർണ്ണവിവേചനം ദക്ഷിണാഫ്രിക്കയിൽ പിൻവലിക്കപ്പെട്ടത് 1991. കേരളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പത്രം രാജസമാചാരം പ്രസിദ്ധീകരിക്കപ്പെട്ടത് 1847 ജൂൺ. മലയാളത്തിൽ രണ്ടാമത്തെ വർത്തമാന പത്രമായ പശ്ചിമോദയം പ്രസിദ്ധീകരിക്കപ്പെട്ടത് 1847. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് 1930 ഏപ്രിൽ 13. അർത്ഥശാസ്ത്രത്തിന്റെ കയ്യെഴുത്ത് പ്രതി പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടത് 1907. അശോകന്റെ ശിലാലിഖിതങ്ങൾ ആദ്യമായി വായിച്ചത് ജെയിംസ് പ്രിൻസിപ്പ വായിച്ചത് 1838. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കപ്പെട്ടത് 1946 ഡിസംബർ 13.
ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കപ്പെട്ടതെന്ന 1946 ഡിസംബർ 13. ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കപ്പെട്ടത് 1947 ജനുവരി 22. ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജനുവരി 22. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഏക തീയതി 1949 നവംബർ 26. 42ാം ഭരണ നിലവിൽ വന്നത് 42ാം ഭേദഗതി നിലവിൽ വന്നത് 1927 ജനുവരി 3. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന 1950 ജനുവരി 26. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അംഗീകരിക്കപ്പെട്ടത് 1949 നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കപ്പെട്ടത് 1949 നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13. ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജനുവരി 22. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഏക തീയതി 1949 നവംബർ 26. 42ാം ഭേദഗതി നിലവിൽ വന്നത് 1977 ജനുവരി 3. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1949 നവംബർ 26. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടത് 1946 ഡിസംബർ 6. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടത് 1946 ഡിസംബർ 6. ചരക്ക് സേവന നികുതി GST നിലവിൽ വന്നത് 101ാം ഭേദഗതി പ്രകാരമാണ് 2017. വിദ്യാഭ്യാസ മൗലിക അവകാശം ഭരണഘടനാ ഭേദഗതി 86ാം ഭേദഗതി നിലവിൽ വന്നത് 2002. പ്രായപൂർത്തി വോട്ടവകാശത്തിന് 21 18 മാറ്റിയ ഭരണഘടനാ ഭേദഗതി 61ാം ഭേദഗതി വന്നത് 1989. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത് 1935. അപ്പൊ ക്യാബിനറ്റ് മിഷൻ രൂപീകരണ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടത് 1946 ഡിസംബർ 6. ചരക്ക് സേവന നികുതി GST നിലവിൽ വന്നത് ഭരണഘടനാ ഭേദഗതി 101ാം ഭേദഗതി 2017. വിദ്യാഭ്യാസ മൗലിക അവകാശം ബന്ധപ്പെട്ട് ഭരണഘടനാ ഭേദഗതി 86ാം ഭേദഗതി നിലവിൽ വന്നത് 2002. പ്രായപൂർത്തി വോട്ടവകാശത്തിന് പ്രായപരിധി 21 18 ആക്കി ഭരണഘടനാ ഭേദഗതി 61ാം ഭേദഗതി 1989. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത് 1935. സ്വതന്ത്ര ഇന്ത്യയിലെ സെൻസസ് ആരംഭിച്ച കാലഘട്ടം 1951. സ്വതന്ത്ര ഇന്ത്യയിലെ സെൻസസ് ആരംഭിച്ചത് 1951. ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത് 2011. ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത് 2011. ദേശീയ ജനസംഖ്യ നയം 2000ന്റെ ദീർഘകാല ലക്ഷ്യം ഏത് വർഷമാണ് നടപ്പിലാകുക? ദേശീയ ജനസംഖ്യ നയം 2000ന്റെ ദീർഘകാല ലക്ഷ്യം ഏത് വർഷം നടപ്പിലാക്കും എന്നാണ് വിചാരിക്കപ്പെടുന്നത്? 2045. ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ ജനസംഖ്യ നയം നിലവിൽ വന്നത് 1976. കേരള സ്റ്റേറ്റ്സ് മിഷൻ പ്രവർത്തനം ആരംഭിച്ചത് 2006. സ്വതന്ത്ര ഇന്ത്യയിലെ സെൻസസ് ആരംഭിച്ചത് 1951. ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത് 2018. ദേശീയ ജനസംഖ്യ നയം 2000 ദീർഘകാല ലക്ഷ്യം നടപ്പിലാക്കാൻ പോകുന്നത് 2045. ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ ജനസംഖ്യ നയം നിലവിൽ വന്നത് 1976. കേരള സ്റ്റേറ്റ്സ് മിഷൻ പ്രവർത്തനം ആരംഭിച്ചത് 2006. ഇന്ത്യ ചരിത്രത്തിൽ ഡൽഹി സുൽത്താൻമാരുടെ കാലഘട്ടം 1206 മുതൽ 1526 വരെയാണ്. ഡൽഹി ചരിത്രത്തില് ഡൽഹി സുൽത്താൻമാരുടെ കാലഘട്ടം എത്രയാ? 1206 മുതൽ 1526 വരെ. ജനുവരി 25 ദേശീയ സമ്മതി ദിനമായി ആചരിച്ചു തുടങ്ങിയത് 2011 മുതലാണ്. ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി ആചരിച്ചു തുടങ്ങിയത് 2011 മുതൽ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപയോഗിച്ചത് 1982. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപയോഗിച്ചത് 1982. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 93 ഒക്ടോബർ 12. ഇന്ത്യ ചരിത്രത്തിൽ ഡൽഹി സുൽത്താൻമാരുടെ കാലഘട്ടം 1206 മുതൽ 1526 വരെയാണ്. ജനുവരി 25 ദേശീയ സമ്മതിദായകമായി തുടങ്ങിയത് 2011. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപയോഗിച്ചത് 1982. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. ഇതിന്റെ PDF വേണമെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ SCRT എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. മാത്രമല്ല SCRT ഫുൾ നമ്മൾ നൽകുന്നതായിരിക്കും. ഐക്യരാഷ്ട്ര സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് 1948 ഡിസംബർ 10. ഐക്യരാഷ്ട്രസഭ സാർവദേശിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്
1948 ഡിസംബർ 10. മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് 1993 സെപ്റ്റംബർ 28. മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് 1993 സെപ്റ്റംബർ 28. ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് 1992 ജനുവരി 31. ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് 1992 ജനുവരി 31. സ്ത്രീധന നിരോധന നിയമം 1961. സ്ത്രീധന നിരോധന നിയമം 1961. ഗാർഹിക പീഡന നിരോധന നിയമം 2005. ഗാർഹിക പീഡന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത് 2006 ഒക്ടോബർ 26. ഗാർഹിക പീഡന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത് 2006 ഒക്ടോബർ 26. അപ്പൊ ഐക്യരാഷ്ട്രസഭയുടെ സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് 1948 ഡിസംബർ 10. മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് 1993 സെപ്റ്റംബർ 28. ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് 1992 ജനുവരി 31. സ്ത്രീധന നിരോധന നിയമം വന്നത് 1961. ഗാർഹിക പീഡന നിരോധന നിയമം വന്നത് 2005. ഗാർഹിക പീഡന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത് 2006 ഒക്ടോബർ 26. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് 2013. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് 2013. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് 1993 മെയ് 17. ദേശീയ പട്ടികജാതി കമ്മീഷൻ ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 2004. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 2004. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്നത് 1993. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്നത് 1993. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്നത് 1993. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഭരണഘടനാ പദവി ലഭിച്ചത് 2018. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ചത് 2018. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് 2013. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് 1993 മെയ് 17. ദേശീയ പട്ടികജാതി കമ്മീഷൻ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 2004. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്നത് 1993. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്നത് 1993. ദേശീയ പിന്നോക്ക വിഭാഗം കമ്മീഷൻ ഭരണഘടനാ പദവി ലഭിച്ചത് 2018. സതി നിരോധന നിയമത്തിലൂടെ ഇന്ത്യൻ പാർലമെന്റ് സതി നിരോധിച്ചത് 1987. സതി നിരോധന നിയമത്തിലൂടെ ഇന്ത്യൻ പാർലമെന്റ് സതി നിരോധിച്ചത് 1987. ഇന്ത്യയിൽ തൊട്ടുകൂടായ്മ എന്ന അനാചാരം നിരോധിക്കപ്പെട്ടത് 1955. ലോക്തക് തടാകം റംസാർ സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ടത് 1990 ഓഗസ്റ്റ് 23. ലോക്തക് തടാകം റംസാർ സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ടത് 1990 ഓഗസ്റ്റ് 23. കാവേരി നദീജല പങ്കെടുക്കുന്നതിനെ ബന്ധപ്പെട്ട് മദ്രസ പ്രസിഡൻസിക്ക് കൂടുതൽ അനുകൂലമായതും സ്വാതന്ത്ര്യത്തിന് മുൻപ് ഉണ്ടായതുമായ കരാർ നിലവിൽ വന്നത് 1924. കാവേരി ജലപ്രശ്നം പരിഹരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ട്രിബ്യൂണലിനെ നിയമിച്ചത് 1990. സതി നിരോധന നിയമത്തിലൂടെ ഇന്ത്യൻ പാർലമെന്റ് സതി നിരോധിച്ചത് 1987. ഇന്ത്യ തൊട്ടുകൂടായ്മ നിരം അനാചാരം നിരോധിക്കപ്പെട്ടത് 1955. ലോക്തക് തടാകം റംസാർ സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ടത് 1990 ഓഗസ്റ്റ് 23. കാവേരി നദീജലം ബന്ധപ്പെട്ട് മദ്രാസ് പ്രസിഡൻസിക്ക് കൂടുതൽ അനുകൂലം ലഭിക്കുന്നതിന് സ്വാതന്ത്ര്യത്തിന് മുൻപ് ഉണ്ടായതുമായ കരാർ നിലവിൽ വന്നത് 1924. കാവേരി ജലപ്രശ്നം പരിഹരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ട്രിബ്യൂണലിനെ നിയമിച്ചത് 1990. ഇനി മുഗൾ ഭരണകാലത്ത് ബാബറിന്റെ ഒരു ഭരണകാലഘട്ടം 1526 മുതൽ 1530 വരെയാണ്. ഹുമയൂണിന്റെ ഭരണകാലഘട്ടം 1530 മുതൽ 1540 വരെ. പിന്നീട് 1555 മുതൽ 1556 വരെ. ഇനി അക്ബറിന്റെ കാലഘട്ടം 1556 മുതൽ 1605 വരെയായിരുന്നു. ജഹാംഗീറിന്റെ കാലഘട്ടം 1605 മുതൽ 1627 വരെയായിരുന്നു. ഷാജഹാന്റെ കാലഘട്ടം 1628 മുതൽ 1658 വരെയായിരുന്നു. ഔറംഗസേബിന്റെ കാലഘട്ടം 1658 മുതൽ 1707 വരെയായിരുന്നു. ബാബറിന്റെ 1526 മുതൽ 1530 വരെ. ഹുമയൂണിന്റെ 1530 മുതൽ 1540 വരെ. കൂടാതെ 1555 മുതൽ 1556 വരെ. അക്ബറിന്റെ 1556 മുതൽ 1605 വരെ. ജഹാംഗീറിന്റെ 1605 മുതൽ 1627 വരെ. ഷാജഹാന്റെ 1628 മുതൽ 1658 വരെ. ഔറംഗസേബിന്റെ 1658 മുതൽ 1707 വരെ. ഇനി വന്യജീവി സംരക്ഷണ നിയമം. വന്യജീവി സംരക്ഷണ നിയമം വന്നത് 1972. ദേശീയ സുരക്ഷാ നിയമം വന്നത് 1980. ദേശീയ സുരക്ഷാ നിയമം 1980. ദുരന്ത നിവാരണ നിയമം 2005. ദുരന്ത നിവാരണ നിയമം വന്നത് 2005. പക്ഷി സുരക്ഷാ നിയമം 2013. ഭൂപരിഷ്കരണ നിയമം 1969. വിവരാവകാശ നിയമം 2005. വിവരാവകാശ നിയമം 2005.
അഴിമതി നിരോധന നിയമം 1988. അഴിമതി നിരോധന നിയമം 1988. തൊഴിൽ നിയമം 1948. പരിസ്ഥിതി സംരക്ഷണ നിയമം 1986. വനം വന്യജീവി സംരക്ഷണ നിയമം 1972. ദേശീയ സുരക്ഷാ നിയമം 1980. ദുരന്ത നിവാരണ നിയമം 2005. പക്ഷി സുരക്ഷാ നിയമം 2013. ഭൂപരിഷ്കരണ നിയമം 1969. വിവരാവകാശ നിയമം 2005. അഴിമതി നിരോധന നിയമം 1988. തൊഴിൽ നിയമം 1948. പരിസ്ഥിതി സംരക്ഷണ നിയമം 1986. നെക്സ്റ്റ് വൺ ബാലവേല നിരോധന നിയമം 1986. ബാലവേല നിരോധന നിയമം 1986. ബാലനീതി നിയമം 2000. വിദ്യാഭ്യാസ അവകാശ നിയമം 2009. ബാലവിവാഹ നിരോധന നിയമം 2006. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം 2012. പോക്സോ ആക്ട് എന്ന 2012. ബാലവേല നിരോധന നിയമം 1986. ബാലനീതി നിയമം 2000. വിദ്യാഭ്യാസ അവകാശ നിയമം 2009. ബാലവിവാഹ നിരോധന നിയമം 2006. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം 2012. പോക്സോ ആക്ട് ആണ് കേട്ടോ 2012. ഇനി പോക്സോ ഭേദഗതി എന്ന 2019. പോക്സോ ഭേദഗതി നിയമം 2019 രാജ്യസഭ പാസാക്കിയത് 2019 ജൂലൈ 14. പോക്സോ ഭേദഗതി നിയമം 2019 രാജ്യസഭ പാസാക്കിയത് 2019 ജൂലൈ 24 എന്നാണ്. 2019 ജൂലൈ 24. പോക്സോ ഭേദഗതി നിയമം 2019 ലോകസഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 1 എന്നാ. 2019 ഓഗസ്റ്റ് 1. പോക്സോ ഭേദഗതി നിയമം 2019 പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 5. പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 5. പോക്സോ ഭേദഗതി നിയമം 2019 നിലവിൽ വന്നത് 2019 ഓഗസ്റ്റ് 6. പോക്സോ നിയമം 2019 രാജ്യസഭ പാസാക്കിയത് 2019 ജൂലൈ 24. പോക്സോ ഭേദഗതി നിയമം 2019 ലോക്സഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 1. പോക്സോ ഭേദഗതി നിയമം 2019 പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 5. പോക്സോ ഭേദഗതി നിയമം 2019 നിലവിൽ വന്നത് 2019 ഓഗസ്റ്റ് 6. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ നിയമം ലോകസഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 5. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ നിയമം ലോകസഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 5. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ നിയമം രാജ്യസഭ പാസാക്കിയത് 2019 നവംബർ 26. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ നിയമം രാജ്യസഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 26. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ നിയമത്തിൽ രാഷ്ട്രപതി അംഗീകാരം നൽകിയത് 2019 ഡിസംബർ 5. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ നിയമത്തിൽ രാഷ്ട്രപതി അംഗീകാരം നൽകിയത് 2019 ഡിസംബർ 5. ട്രാൻസ്ജെൻഡർ വ്യക്തിയുടെ അവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് 2020 ജനുവരി 10. അപ്പൊ ട്രാൻസ്ജെൻഡർ വ്യക്തിയുടെ അവകാശ സംരക്ഷണ നിയമം ലോകസഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 5. ട്രാൻസ്ജെൻഡർ വ്യക്തിയുടെ അവകാശ സംരക്ഷണ നിയമം രാജ്യസഭ പാസാക്കിയത് 2019 നവംബർ 26. ട്രാൻസ്ജെൻഡർ വ്യക്തിയുടെ അവകാശ സംരക്ഷണ നിയമത്തിൽ രാഷ്ട്രപതി അംഗീകാരം നൽകിയത് 2019 ഡിസംബർ 5. ട്രാൻസ്ജെൻഡർ വ്യക്തിയുടെ അവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് 2020 ജനുവരി 10. വികേന്ദ്രീകൃത സംയുക്തമാക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റികൾ. കെ സന്താനം കമ്മിറ്റി വന്നത് 1963. കെ സന്താനം കമ്മിറ്റി 1963. GVK റാവു കമ്മിറ്റി 1985. LM സിംഗ്വി കമ്മിറ്റി 1986. VK തുങ്കോൺ കമ്മിറ്റി 1988. ഗാഡ്ഗിൽ കമ്മിറ്റി 1988. കെ സന്താനം കമ്മിറ്റി 1963. GVK റാവു കമ്മിറ്റി 1985. LM സിംഗ്വി കമ്മിറ്റി 1986. VK തുങ്കോൺ കമ്മിറ്റി 1988. ഗാഡ്ഗിൽ കമ്മിറ്റി 1988. ഇനി ബൽബന്ത് റായ് മേത്ത കമ്മിറ്റി 1957. അശോക് മേത്ത കമ്മിറ്റി 1978. ബൽബന്ത് റായ് മേത്ത കമ്മിറ്റി 1957. അശോക് മേത്ത കമ്മിറ്റി 1978. ഇനി കേരളത്തിൽ ജനകീയ ആസൂത്രണം നിലവിൽ വന്നത് 1996. ഇന്ത്യ പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുകയും അവ പുനഃസംഘടിക്കുകയും ചെയ്ത് ഏത് നിയമത്തിലൂടെയാ? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. ഇന്ത്യയിൽ ദേശീയ ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുകയും അവ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24. കേരളത്തിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23. അപ്പൊ കേരളത്തിൽ ജനകീയ ആസൂത്രണം നിലവിൽ വന്നത് 1996. ഇന്ത്യ പ്രാദേശിക
എന്താണ് സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുകയും പുനഃസംഘടിപ്പിക്കുകയും ചെയ്തത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24. കേരളത്തിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23. ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 1950. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 1993. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 1998. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 1998. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ 1951. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ 1994. ദേശീയ വനിതാ കമ്മീഷൻ 1992. സംസ്ഥാന വനിതാ കമ്മീഷൻ 1996. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ 1993. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ 2013. ദേശീയ പട്ടികജാതി കമ്മീഷൻ 2004. ദേശീയ പട്ടികവർഗ കമ്മീഷൻ 2004. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ 1993. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ 1926. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 1956. ദേശീയ വിവരാവകാശ കമ്മീഷൻ 2005. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ 2005. അപ്പൊ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 1950, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 1993, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 93, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 98, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ 1959, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ 1994, ദേശീയ വനിതാ കമ്മീഷൻ 1992, സംസ്ഥാന വനിതാ കമ്മീഷൻ 1996, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ 1993, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ 2013, ദേശീയ പട്ടികജാതി കമ്മീഷൻ 2004, ദേശീയ പട്ടികവർഗ കമ്മീഷൻ 2004, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ 1993, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ 1926, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 1956, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ 2005. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ SCERTയുടെ പുതിയ SCERT പാഠപുസ്തകം അനുസരിച്ചിട്ടുള്ള എന്താണ് അത് പരാമർശിച്ചിരിക്കുന്ന വർഷങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത്. അപ്പൊ നിങ്ങൾക്ക് ഈ വർഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വർഷങ്ങൾ വെച്ച് PSC പരീക്ഷ ചോദിക്കുന്ന ഒട്ടുമിക്ക വർഷങ്ങളും നമ്മൾ ഈ ഒരു ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോക്ക് ലൈക്ക് അടിക്കുന്ന കമന്റ് ചെയ്തുകൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് SCERTയുടെ സ്റ്റഡി മെറ്റീരിയൽസ്, അപ്പൊ SCERT സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് SCERT പഠിക്കേണ്ട ആവശ്യം വരില്ല. അപ്പൊ നിങ്ങൾക്ക് SCERT സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. നമ്മൾ ഈ സ്റ്റഡി മെറ്റീരിയൽസ് ഞാൻ ആഴ്ചയിലുള്ള ഇത് PDF സെറ്റ് അടക്കം നൽകുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് അയക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ ടെലിഗ്രാം ചാനൽ എല്ലാവരും ജോയിൻ ചെയ്യുക കേട്ടോ. താങ്ക്